ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ആയതുകൊണ്ട് നല്ല മധുരം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇനി ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഗോതമ്പ് പൊടി കുക്കായി കിട്ടാനാണ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് കുക്കായി കിട്ടുമ്പോൾ നമ്മുടെ പാല് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയായി പോകും. അപ്പോൾ ഇപ്പം തന്നെ നല്ല കട്ടിയാക്കിയാൽ ഐസ്ക്രീം വളരെ ക്രീമി ആയി പോകും. ഐസ്ക്രീമിന് പിന്നെ ഐസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഫ്ലേവർ കൂട്ടാനുള്ള ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഹോർലിക്സിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അടിച്ചു വെച്ച മിക്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഐസ്ക്രീം ഒന്ന് ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അധികം ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ സമയമൊന്നും അങ്ങനെ ഇട്ട് അടിച്ചെടുക്കുകയൊന്നും വേണ്ട. ഒരു 3-4 സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം റെഡിയായി കിട്ടിക്കോളും. നമ്മൾ പറഞ്ഞ സമയം ആയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഒരിക്കലും പറയില്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് റെഡിയാക്കിയ ഐസ്ക്രീമാണെന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്